പുഴയിലെ മണൽ കൊള്ളയ്ക്കെതിരെ പ്രതിഷേധ ജലയാത്ര നടത്തി നീലേശ്വരം തൈക്കടപ്പുറത്തെ ജനകീയ സമരസമിതി. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് വേറിട്ട സമരം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തേജസ്വിനി പുഴയിലെ തൈക്കടപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത മണലൂറ്റലിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി ശക്തമായ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലുമാണ് ഇവിടുത്തെ ജനകീയ കർമ്മസമിതി. ഇതിന്റെ ഭാഗമായിട്ടാണ് മണലെടുപ്പ് മാഫിയകൾക്കുള്ള മുന്നറിയിപ്പും അധികാരികൾക്കുള്ള താക്കീതുമായി ഇവർ പ്രതിഷേധ ജലയാത്ര നടത്തിയത്. തൈക്കടപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച വേറിട്ട സമരയാത്ര കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ മണ്ണെടുപ്പ് പ്രത്യേകിച്ച് പുഴയിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇത് കുറെ മണ്ണ് പോയാൽ അവിടെ കുഴിഞ്ഞ് കുറെ കൂടി വെള്ളം അവിടെ നിൽക്കാവുന്നതിൽ എന്തിനാണ് ഈ വക്കീലൊക്കെ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ എണ്ണിയാണ് ഈ പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് സമയം പോകണം. പക്ഷേ ഏറ്റവും ചുരുക്കത്തിൽ പറയാം, നമ്മുടെ ഈ പുഴയോരത്ത് നിന്നും മണ്ണെടുത്തു കഴിഞ്ഞാൽ അവിടെ കുഴി ഉണ്ടാക്കിയാൽ ആ കുഴിയിലേക്ക് വന്നു ചേരുന്നത് ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം നമ്മുടെ പുഴയിലേക്ക് ഇടിച്ചു കയറിയാൽ ഉപ്പുവെള്ളത്തിൽ നമുക്കറിയാം നമ്മുടെ പുഴ മത്സ്യങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, ചത്തുപൊങ്ങും. പുഴ മത്സ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ ബോട്ടുകൾ വെറുതെ ഇരിക്കും, ഇതിന്റെ എഞ്ചിനുകൾ നിശബ്ദമാകും, അത് ചലിക്കില്ല. എന്താ കാര്യം? ചടങ്ങിൽ സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് നിസാം ഫലാഗ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് റിഫാദ്, ഉമേശൻ എഴുത്തല എന്നിവർ സംസാരിച്ചു. MV രാജീവൻ സ്വാഗതവും K പ്രകാശൻ നന്ദിയും പറഞ്ഞു. പ്രായഭേദമന്യേയുള്ള നാട്ടുകാർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.